തീർച്ചയായും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ഗുണകരമാകുന്ന തരത്തിൽ അവരുടെ നിത്യവരുമാനം ലഭ്യമാകുന്ന തരത്തിലേക്ക് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞതും അതിൽ താങ്കളുടെ സേവനവും വളരെ വലുതായി കാണുന്നു. വളരെ സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും ഫ്രണ്ട്ലിയും കൂടെ ആയപ്പോൾ എല്ലാവർക്കും അത് ഓരോ ക്ലാസ്സും ഓരോന്ന് പഠിപ്പിച്ച് ഓരോ സെക്ഷൻ ഇങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവർക്കും അതാണ് എല്ലാവരും പെട്ടെന്ന് ഇത്രയും ക്യാച്ച് ചെയ്തതെല്ലാം. എല്ലാവരും ഇപ്പൊ തന്നെ ഒരുവിധം എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് തീർച്ചയായിട്ടും ഇത് പഠിച്ച് കൃത്യമായി ചെയ്യാൻ കഴിയുന്നതാണ്. ഹലോ, നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിനടുത്ത് ഒരു വ്യവസായ വകുപ്പിന് കീഴിൽ ഒരു ഗവൺമെന്റിന്റെ അലോഡായിട്ട് ഒരു പേപ്പർ ബാഗിന്റെ യൂണിറ്റ് തുടങ്ങാമെന്നാണ്. ഇന്നിപ്പോൾ ഈ കാണുന്നത് നെയ്യാർ ഡാമിന്റെ താഴ്വാരമാണ്. അവിടെ വെള്ളച്ചാട്ടം കാണാം, ഡാം കാണാം. ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിനടുത്താണ്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം 20ഓളം വരുന്ന വീട്ടമ്മമാർക്ക് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു പേപ്പർ ബാഗിന്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രവർത്തനങ്ങളും അതിന്റെ ഒരു രീതികളും അതിന്റെ ഒരു പരിശീലന പരിപാടികളും നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിൽ കാണാം. ഇവരുടെ ഒരു എക്സ്പീരിയൻസും നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഏവർക്കും നെയ്യാർ ഡാമിലോട്ട് ഹാർദവമായ സ്വാഗതം. പേപ്പർ ബാഗിന്റെ യൂണിറ്റ് കുറെ വീട്ടമ്മമാർ ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പ്രവർത്തനങ്ങളും ആ രീതികളും ഒന്ന് പരിചയപ്പെടാം. സഞ്ജയൻ എന്നാണ്, ഞാൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. ഈ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ഡിവിഷൻ കോർഡിനേറ്റർ കൂടെയാണ്. ഉള്ള വനം വകുപ്പ് വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങളിലും അതുപോലെ വനത്തിനകത്ത് വസിക്കുന്നതുമായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിത്യവരുമാനം ലഭ്യമാക്കുന്നതിനുള്ള ചെറിയ ചെറിയ പദ്ധതികൾ നമ്മുടെ മൈക്രോ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ പറത്തി EDCയിൽ ഒരു പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റ് നിർമ്മിക്കുന്നതിനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ആദ്യം ഇതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും ആ പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട വൈൽഡ് ലൈഫ് വാർഡനെ സമർപ്പിക്കുകയും അത് ബഹുമാനപ്പെട്ട CF അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് അവർക്ക് സമർപ്പിച്ച് അംഗീകാരം മേടിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഫണ്ട് ലഭ്യമായിട്ടുള്ളത്. നമ്മൾ കൊല്ലത്ത് വെച്ചിട്ട് നടന്ന ഒരു സംസ്ഥാനതല പരിപാടിയിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ സാർ അവർകളാണ് നമ്മുടെ EDCക്ക് ചെക്ക് നൽകിയത്. നമ്മുടെ പ്രസിഡന്റാണ് അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്.
തുടർന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള നേതൃത്വം EDC സെക്രട്ടറി സുകന്യയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഇവിടെയുള്ള EDC പ്രവർത്തകരും നമ്മൾ രൂപീകരിച്ച SHGയിൽ അനുഗ്രഹ എന്ന ഒരു SHG രൂപീകരിച്ചിട്ടുണ്ട്. ആ SHGയിലെ അംഗങ്ങൾ എല്ലാം കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു നല്ല ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഇന്ന് ഇവിടെ ഈ പേപ്പർ ബാഗ് ക്യാരി ബാഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ കഴിയുന്നത്. അപ്പൊ സാറിന് എങ്ങനെയാണ് എന്നെ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും? പാലക്കാടുള്ള ഒരാൾ എങ്ങനെ? ഞാൻ ഇവിടെ പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. അപ്പോൾ വ്യവസായ വകുപ്പിലെ ഒരു സ്മിത എന്ന് പറയുന്ന ഒരു മേഡം കാട്ടാക്കട ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ വിലാസം തന്നു. അത് കോൺടാക്ട് ചെയ്തപ്പോഴാണ് താങ്കളാണ് ഈ ഇത് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറയുകയുണ്ടായി. തീർച്ചയായും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ഗുണകരമാകുന്ന തരത്തിൽ അവരുടെ നിത്യവരുമാനം ലഭ്യമാകുന്ന തരത്തിലേക്ക് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞതും അതിൽ താങ്കളുടെ സേവനവും വളരെ വലുതായി കാണുന്നു. വളരെ സന്തോഷം. ഈ ഭാവിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് ഇവർക്ക് വേണ്ടി അടുത്ത ഇവരുടെ ഇപ്പോൾ വനം വകുപ്പിന്റെ വനശ്രീ വിപണന യൂണിറ്റുകളുണ്ട്. നമ്മുടെ എക്കോ ഷോപ്പുകൾ വഴി ധാരാളം സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ജൈവമായിട്ടുള്ള പേപ്പർ ക്യാരി ബാഗ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ നെയ്യാർ പേപ്പർ വനശ്രീയുടെ വിപണനത്തിനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ നമ്മൾ ഈ ഇവിടുന്ന് പറത്തി EDCയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പേപ്പർ ക്യാരി ബാഗ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ പേര് സുകന്യ, ഞാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. ഞാൻ ഈ പറത്തി EDCയുടെ സെക്രട്ടറിയും കൂടെയാണ്. പിന്നെ ഇവിടുത്തെ പറത്തി EDCയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒരു നിത്യവരുമാനം കാണുക എന്ന രീതി, അതാണ് നമ്മുടെ പ്രൈം ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിലുപരി ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം വന്നതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങുക. അങ്ങനെ സാറാണ് നമുക്ക് ഈ ഒരു സജസ്റ്റ് ചെയ്തത്, പേപ്പർ ക്യാരി ബാഗ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഇതിൽ തന്നെ പിന്നെ ഇവിടെ എല്ലാവരും ഇവിടുത്തെ എല്ലാ സ്ത്രീകളും ഇവർക്കൊക്കെ ഒരു വരുമാനം എന്ന രീതിയിൽ, അതുപോലെ തന്നെ ഇവർക്ക് എന്നും തൊഴിലുറപ്പ് എന്നും പണി കാണില്ല. അപ്പോൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇത് കാണുക എന്ന രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും നല്ല തൽപരരാണ് ഇത് ചെയ്യാനും. പിന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ആക്റ്റീവായിട്ട് അവസാനം വരെ നിൽക്കും. വന്നു പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും ഫ്രണ്ട്ലിയും കൂടെ ആയപ്പോൾ എല്ലാവർക്കും അത് ഓരോ ക്ലാസ്സും ഇപ്പോൾ ഓരോന്ന് പഠിപ്പിച്ച് ഓരോ സെക്ഷൻ ഇങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവർക്കും അതാണ് എല്ലാവരും പെട്ടെന്ന് ഇത്രയും ക്യാച്ച് ചെയ്തതെല്ലാം. എല്ലാവരും ഇപ്പൊ തന്നെ ഒരുവിധം എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഭാവിയിലെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ വർക്ക് കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ അതെ, തീർച്ചയായും. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വയം തൊഴിൽ, അതും പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റിന്റെ ഒരു ലൈവായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാനുവലായിട്ട് വരച്ച് സ്വന്തമായിട്ട് തന്നെ പേപ്പർ മടക്കി ചെയ്യുമായിരുന്നു. അപ്പോൾ ലൈവായിട്ട് ആദ്യമായിട്ട് കാണുക. ഇപ്പോൾ പേപ്പർ ക്യാരി ബാഗ് നമ്മൾ കാണുമ്പോഴൊന്നും ആലോചിക്കുന്നില്ല ഇത്രയും ഇതിന് പുറകിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു റിമോട്ടായിട്ടുള്ള ഏരിയാസിൽ സ്ത്രീകൾ അധികവും പുറത്ത് വരാത്ത സ്ഥലങ്ങൾ, എപ്പോഴും വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന, ഇവിടെ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരായിരിക്കും ജോലിക്ക് പോകുന്നത്. തൊഴിലുറപ്പൊക്കെ വന്നതിന് ശേഷമാണ് സ്ത്രീകൾ കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതില്ലേ അയൽക്കൂട്ടം, അതൊക്കെ വന്നതിന് ശേഷം സ്ത്രീകൾ കുറച്ചുകൂടെയൊക്കെ ഇറങ്ങി തുടങ്ങിയത്, ഒരു സംരംഭകത്വത്തിൽ ആളുകൾ എത്തി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് സ്വയം പര്യാപ്തരാവാൻ വേണ്ടിയിട്ട് ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് പഠിച്ച് നല്ലൊരു ടീമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലൊരു രീതിയിൽ ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാനും, ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ ഇതൊരു ബ്രാൻഡായിട്ട് ഈ കാരിക്കുഴി ഭാഗത്ത് ഇതൊരു ബ്രാൻഡായിട്ട് വരാനും ചിലപ്പോൾ ഭാഗ്യമുണ്ടാവും. അപ്പം അതിന് നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഓരോരുത്തരും ഒരു വലിയൊരു ടീം വർക്കിന്റെ ഭാഗമാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത് സക്സസ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും അല്ലേ? നിങ്ങൾ ഈ കാരിക്കുഴി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടെന്ന് പുറം ലോകം അറിയേണ്ടതും ഒരു ആവശ്യമാണ് അല്ലേ? ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞു. ഇത്രയും ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ ഇത്രയും ഗതാഗത യോഗ്യമല്ലാത്തൊരു സ്ഥലത്ത് ഒരു വന്നു. ഇപ്പോൾ റോഡൊക്കെ ഇനി 2 വർഷത്തിനുള്ളിൽ റോഡൊക്കെ ആവും. എന്നാൽ കൂടി നിങ്ങൾ കുറച്ചുപേർ ഇവിടെ ഉണ്ടെന്ന് നാട്ടുകാർ അറിയണ്ടേ അല്ലേ? കേരളം ഇന്ത്യയൊക്കെ അറിയണം ഇവിടെ കുറച്ച് സ്ത്രീകളുണ്ട് അല്ലേ? നിങ്ങൾ പാഡ്മാന്റെ ഒക്കെ കഥ വായിച്ചാൽ അറിയാം. ഒരു ചെറിയൊരു ഗ്രാമത്തിൽ കുറച്ച് സ്ത്രീകളായിട്ട് തുടങ്ങി അവസാനം ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാവാനായിട്ട് ഈ പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റും ഈ ക്ലാസ്സും നിങ്ങൾക്ക് സഹായമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. അത് മാത്രമല്ല ഇപ്പൊ ഈ കണക്ക് കൂട്ടലൊക്കെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഈ കണക്ക് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഭയങ്കര കിട്ടാൻ പാടാണ്. ലളിതമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു അല്ലെ? എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. അമ്മച്ചിക്ക് മനസ്സിലായോ എന്തേലും? ലളിതമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട്, അതുപോലെ തന്നെ അവർ ഫ്രണ്ട്ലി ആയിട്ടും നല്ല ക്ഷമയോടും കൂടിയാണ് പഠിപ്പിച്ചിരുന്നത്. എനിക്കൊന്ന് ഒരുവിധം എല്ലാവരും ഒക്കെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. കുറച്ചുപേര് നല്ല രീതിയിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ളതാണെന്നും നിങ്ങൾക്ക് സ്വയം ഒരു പേര് ലഭിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു അടയാളം ഉണ്ടാക്കിയിട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് മനസ്സിലാക്കുക. എന്റെ പേര് ഗിരിജ, ഞാൻ പറത്തിലാണ് താമസിക്കുന്നത്.
പറത്തി ഇഡീസിന്റെ കീഴിലെ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം വളരെ ധന്യമായ ഒരു നിമിഷം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങളിപ്പം അന്ന് ഈ ക്ലാസ് എടുത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു. എളുപ്പമാണ് ചെയ്തു ഞങ്ങള്. ഇതൊക്കെ ചെയ്തപ്പം കാണാൻ ഭംഗിയുണ്ട്. മുന്നോട്ട് ഇത് ചെയ്ത് നമുക്ക് ജീവിതവാദിയായിട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് പുറത്തു പോയി വരുമാനം ഉണ്ടാക്കി വരുന്ന ഒരു ശീലം ഇവിടുത്തെ സ്ത്രീകൾക്കില്ല. ജീവിതമാർഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മളിപ്പോ കാണുന്നത്. ജോസ്മേ എവിടെ സ്ഥലം? പറത്തി. നല്ല ഹാപ്പിയായി നല്ലപോലെ പഠിച്ചു ചെയ്യാൻ പറ്റി. ഇനി കണ്ടിന്യൂ ടീമായിട്ട് വർക്ക് ചെയ്യോ? ഉറപ്പായിട്ടും ചെയ്യാം. ഏത് ബാഗ് കിട്ടിയാലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. സന്തോഷമാണ്. സന്തോഷം. പറത്തിലാണ് ആദ്യം പാടായിട്ട് തോന്നിയെങ്കിലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. നന്നായി അല്ലേ? ഇനി കൂടുതൽ വർക്ക് വന്നാൽ ചെയ്ത് പറ്റും. തീർച്ചയായും. ഹായ്, ഞാൻ അഴകി പറത്തിലാണ് താമസിക്കുന്നത്. സാർ നന്നായി ക്ലാസ് എടുത്തു, നന്നായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതുപോലെ പഠിച്ചു. താങ്ക് യു. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് തീർച്ചയായിട്ടും ഇത് പഠിച്ച് കൃത്യമായി ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ഞങ്ങളിത് ചെയ്ത് ഞങ്ങൾക്ക് ഇത് ദൈനംദിന ജീവിതത്തിന് പ്രയോജനപ്പെടുമെന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ പറയുന്നത്. ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? വളരെ സന്തോഷം. എന്റെ പേര് ശരണ്യ. ഞാൻ പറത്തിലാണ് താമസിക്കുന്നത്. ഞാനൊരു നേഴ്സിംഗ് സ്റ്റുഡന്റ്, നേഴ്സിംഗ് പഠിച്ച ഒരാളാണ്. പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യം കാരണം എനിക്ക് നേഴ്സിംഗ് ജോലി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു പേപ്പർ കരിയർ ബാഗ് വീട്ടിൽ ഇരുന്ന് ചെയ്യാന്നുള്ളതാണ്. എളുപ്പമാണ്, നന്നായിട്ടുണ്ട്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ വളർന്ന ഒരു അമ്മച്ചിമാർക്ക് വരെ പെട്ടെന്ന് പഠിച്ചെടുക്കാനാണ്. കൊള്ളാം, സൂപ്പറാണ്. എൻ്റെ പേര് അനിത. പറത്തിയിലാണ് താമസിക്കുന്നത്. ഇപ്പം ഞാൻ തൊഴിലുറപ്പെന്ന ജോലിക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഗിരി ചേച്ചി ഇങ്ങനെ പറഞ്ഞ് പേപ്പർ ക്യാരി ബാഗ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. വന്നാൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ആ കണക്കും കാര്യങ്ങൾ കണ്ടപ്പോഴും ചെറിയൊരു ഡൗട്ടായിരുന്നു, ഇത് മുന്നേറാൻ പറ്റുമോ എന്ന്. പക്ഷേ ഇപ്പോൾ അത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് പഠിക്കുവാനും അത് ചെയ്യുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ പശ ഒട്ടിക്കുന്ന വിധം അത് ഞങ്ങൾ പഠിച്ചു. അളവുകൾ പഠിച്ച് അതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ള രീതി പഠിച്ചു. അതുപോലെ മടക്കാനും അതങ്ങനെയെല്ലാം ഞങ്ങൾക്ക് പഠിക്കുവാൻ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇത്രയും പഠിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷം.